താഴെ ഏത് കമന്റ് എഴുതിയത് നോക്കിയിട്ട് അതിന്റെ കൂടെ നമ്മൾ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. ഭൂരിപക്ഷം പേര് മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നമ്മളും ചീത്ത വിളിക്കുന്നയാളാവും. കൂടുതൽ പേര് കൈയടിക്കുകയാണെങ്കിൽ നമ്മളും കൈയടിക്കുന്നയാളാവും. വ്യക്തിത്വം ഇല്ലാത്ത സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പലപ്പോഴും അഭിനേതാക്കളാണ്, അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആത്മാർത്ഥത കാണിച്ചത് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അത് പാളിപ്പോകാം. അവർ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും വലിയ ആത്മാർത്ഥത കാണിക്കാത്തത്. പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. കുറേ കൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. കുറേ കൂടെ പൂർണ്ണതയോടെ ചെയ്യാൻ പറ്റും. കുറേ കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. ഒരുത്തൻ്റെ അടുത്ത് അവൻ ശരിയല്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവൻ്റെ തല്ല് മേടിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ മൗനം വിദ്വാന ഭൂഷണം. അവിടെ മിണ്ടാതിരിക്കുന്നതന്നെ ബുദ്ധി. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഒരാളോട് പറയാതിരിക്കുന്നതല്ലേ ബുദ്ധി. ആ ദരിദ്രന്മാരായിട്ട് ജനിക്കുന്നത് തെറ്റില്ലെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദരിദ്രനായിട്ടാണ് നിങ്ങൾ മരിക്കുന്നെങ്കിൽ എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ടെന്ന് അതിന്റെ അർത്ഥം. കറക്റ്റ് അല്ലേ? അതെ. ചെറിയൊരു കാർഡ് ഗെയിമാണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് സന്തോഷേട്ടൻ്റെ നിലപാട് എന്താണെന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇതാണ് ഫസ്റ്റ് വൺ. ഇതെന്താന്ന് സന്തോഷേട്ടൻ ഒന്ന് വായിച്ചിട്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന്. തിരിച്ചു കിട്ടാത്ത സ്നേഹം. എൻ്റെ നിലപാട് അതിനകത്ത് വലിയ പ്രസക്തമായ കാര്യമാണോ എനിക്കറിയില്ല. തിരിച്ചു കിട്ടാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് കൺഫ്യൂസിങ് ആണ്. തിരിച്ചു കിട്ടാത്ത ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ, ഈ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു സാധനം എല്ലാം തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചത് എന്തോ ബാർട്ടർ സിസ്റ്റത്തിൽ സ്നേഹിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. നിങ്ങളൊന്നിനെ സ്നേഹിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടമായതുകൊണ്ടാണ്, അല്ലേ? തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഇപ്പം നിങ്ങളൊരു പട്ടിക്കുഞ്ഞിനെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ അതിനെ സ്നേഹിക്കുന്നത്, അല്ലാതെ പട്ടിക്ക് ഇഷ്ടമാകണമെന്ന് വിചാരിച്ചിട്ടല്ലോ സ്നേഹിക്കുന്നത്. പട്ടിയുടെ മനസ്സറിഞ്ഞിട്ടുമല്ല നിങ്ങൾ സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് അതാണ് ഇഷ്ടം എന്നതുകൊണ്ടാണ് പട്ടിയെ താലോലിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അതിലൂടെ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് അവിടെ, അല്ലേ? നിങ്ങളൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് അത് തരുന്ന സംതൃപ്തിയുടെ പേരില്ല. വേദന സഹിച്ച ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും സ്നേഹിക്കുമ്പോഴല്ലേ തിരിച്ച് പ്രതീക്ഷിക്കുന്ന അർത്ഥമുള്ളൂ. ഇത് തന്നെ നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നു പറയുന്നത് തന്നെയാണ് നിങ്ങളുടെ റിവാർഡ്. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അതിനകത്ത്. കാരണം നിങ്ങളൊരു വസ്തുവിനെ സ്നേഹിക്കുന്നത് തിരിച്ചെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. മെറ്റീരിയൽസ് ആണെങ്കിലും ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്ത പലതിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടാവൂലേ. ചില പ്രോഡക്റ്റുകളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? എന്താണ് തിരിച്ച് പ്രതീക്ഷിച്ചിട്ടല്ലോ. അത് നിങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നിങ്ങൾ അതിനെ സ്നേഹിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. വ്യക്തികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിച്ചു, ഒരു വ്യക്തിയെ സ്നേഹിച്ചത് തന്നെ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകാൻ വേണ്ടിയിട്ടും നിങ്ങളൊരു കാര്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടുമാണ് അതിനെ സ്നേഹിച്ചത്, അല്ലേ? ആ സ്നേഹം തന്നെയാണ് നിങ്ങൾക്കുള്ള റിവാർഡ്. മറ്റൊരാളെ സ്നേഹിക്കുന്നത്, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് അത് എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞാൻ ത്യാഗം സഹിച്ച് ആരെയും സ്നേഹിക്കാൻ പോകാറില്ല. ഉണ്ടോ? ഇല്ല. സ്നേഹിക്കുന്നതെല്ലാം എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. മറ്റേയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് പിന്നെ റിവാർഡും കൂടെ വേണോ? ഇത് അടുത്ത ചോദ്യം. ഇതെല്ലാം ഫിലോസഫി വെച്ചിട്ടുള്ള കളിയാണല്ലോ. തോറ്റുപോകുന്ന ആത്മാർത്ഥത. ആത്മാർത്ഥത ചിലപ്പോൾ ഒക്കെ തോറ്റുപോകും. നമുക്ക് മണ്ടത്തരം പറ്റൂലോ പലപ്പോഴും. ഈ ആത്മാർത്ഥതയെ വൃത്തിയായിട്ട് സമൂഹത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൂടെ പറ്റിയില്ലെങ്കിൽ തോറ്റുപോകും. ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പല സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ ഒക്കെ ഈ രൂപത്തിലായിപ്പോയത്. ഇപ്പോൾ രാഷ്ട്രീയക്കാർ പലപ്പോഴും അഭിനേതാക്കളാണ്, അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്, ആത്മാർത്ഥത കാണിച്ചത് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ അത് പാളിപ്പോകാം. അവർ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും വലിയ ആത്മാർത്ഥത കാണിക്കാത്തത്. ആത്മാർത്ഥത വൃത്തിയായിട്ട് അത് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചില്ലെങ്കിൽ ആത്മാർത്ഥത ചീറ്റിപ്പോകും. ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു നല്ല അതിഥി വന്നു. ആ അതിഥിക്ക് നന്മയുണ്ടാകണമെന്ന് വിചാരിച്ച് നമ്മൾ പഞ്ചസാര ഇല്ലാത്ത ചായ ആദ്യം കൊണ്ടുപോയി കൊടുത്തു എന്നിരിക്കട്ടെ. ഇതൊന്നും പറയാതെയും നിങ്ങളുടെ ആരോഗ്യത്തെ കരുതിയാണെന്നുള്ള ആമുഖം കൊടുക്കാതെയും, അതുകൊണ്ട് ഞാൻ മധുരം ഇട്ടിട്ടില്ല, നിങ്ങൾ മധുരം കഴിക്കണ്ട, കഴിച്ചാലേ എനിക്കറിയാം, നിങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞു, നിങ്ങൾക്ക് പ്രമേഹം ഉണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ചായ കൊണ്ടുപോയി കൊടുക്കാതെ
ചെല്ലുമ്പോഴേ ഒരു ചായ കൊണ്ടേ കൊടുക്കുന്ന മധുരം ഇടാതെ കൊണ്ടേ കൊടുത്താൽ അയാൾ എന്താ ധരിക്കുക? ഒന്നെങ്കിൽ നിങ്ങൾ മധുരം ഇടാൻ മറന്നുപോയതാന്ന് കരുതും, അല്ലേ? അപ്പം നമ്മൾ ഏത് ആത്മാർത്ഥത കാണിക്കുമ്പോഴും അതിനൊരു കളവൊരുക്കണം, ഇല്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കുകയോ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ജനറേഷൻ പറയുന്നത് നമ്മൾ അധികം സിൻസിയർ ആവാൻ പാടില്ല. സിൻസിയർ ആയി കഴിഞ്ഞാൽ അത് ശരിയാവുന്നില്ലെന്നാണ് ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ഇത്. സിൻസിയർ ആവേണ്ട സ്ഥലമുണ്ട്, സിൻസിയർ ആവേണ്ടാത്ത സ്ഥലമുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ കാര്യം. സിൻസിയർ ആവാവുന്ന, നിങ്ങൾക്ക് പരസ്പരം അറിയാവുന്ന ആളുകളും പ്രസ്ഥാനങ്ങളും സാഹചര്യങ്ങളും ആണെങ്കിൽ നിങ്ങൾക്ക് സിൻസിയർ ആവാം. സിൻസിയർ ആയേ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ 2 പേര് ചേർന്ന് അതിസാഹസികമായ ഒരു യാത്ര നടത്താൻ പോകും, ദീർഘയാത്ര നടത്താന്നിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം നിങ്ങളുടെ 2 പേരുടെയും ജീവൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ടായിരിക്കുന്നതെന്നിരിക്കട്ടെ. ഈ യാത്രയിൽ മനസ്സിലായില്ലേ, നിങ്ങൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നത്, 2 സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾ പരമാവധി ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ അത് പാളിപ്പോവും, ആ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല, അല്ലേ? പലപ്പോഴും കുടുംബജീവിതത്തിൽ അതൊക്കെയാണ് സംഭവിക്കുന്നത്. 2 പേരും കൃത്യമായ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അതിനകത്ത് ഇടയ്ക്ക് ചില ഡൈല്യൂഷൻസ് വരുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 2 പേരും പൂർണ്ണമായിട്ടും അഭിനയിക്കാൻ തുടങ്ങുക, ആത്മാർത്ഥത അശേഷമില്ലാതെ അഡ്ജസ്റ്റ് അങ്ങ് പോവുക. അപ്പോൾ അത് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, മൂന്നാമത്തെ ആ പേപ്പർ തന്നോ. Being financially well settled is very important. That is real success. ആണോ? പൈസ ഉണ്ടെങ്കിലാണ് എല്ലാം. പൈസ ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിനേക്കാൾ ഭംഗിയായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? പൈസ ഉള്ളത് കൊണ്ടെല്ലാം തികഞ്ഞു എന്നല്ല അതിനർത്ഥം. പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതിനേക്കാൾ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു രോഗം വന്നു, പൈസ ഇല്ലാത്ത സാഹചര്യമുണ്ട്, പൈസ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? പൈസ ഇല്ലാന്നും കൊണ്ട് രോഗം വരികയെന്ന് അതിനർത്ഥമില്ലല്ലോ, അല്ലേ? അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും, കുറേയും കൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും, കുറേയും കൂടെ പൂർണ്ണതയോടെ ചെയ്യാൻ പറ്റും, കുറേ കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പൈസ അത്യാവശ്യ കാര്യം തന്നെയാണ്. അതാണ് ഒരു റിയൽ സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ റിയൽ സക്സസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പൈസ ഇല്ലാത്തതൊരു വിജയമല്ല. ചിലർ വിചാരിക്കുമല്ലോ ദരിദ്രനായിരിക്കുന്ന ഒരു വിജയമാണെന്ന്. ചിലർ ഈ നമ്മുടെ കേരള സമൂഹത്തിൽ പണ്ട് മുതലേ ചിന്തിച്ചു വരും ദാരിദ്ര്യമാണ് വെർച്യു, അല്ലേ? അതുകൊണ്ടാണല്ലോ ചില രാഷ്ട്രീയക്കാർ പോലും കീറിയ ഷർട്ട് ഇടാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. സമൂഹത്തിന് മുമ്പിൽ ദരിദ്രനാണെന്ന് കാണിക്കുന്നത് എന്തോ വലിയ കേമാണെന്നത്. ആ ദരിദ്രന്മാരായിട്ട് ജനിക്കുന്നത് തെറ്റില്ലെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദരിദ്രനായിട്ടാണ് നിങ്ങൾ മരിക്കുന്നെങ്കിൽ എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, അല്ലേ? ദരിദ്രനായി ജനിച്ചതിൽ തെറ്റൊന്നുമില്ല, അത് നിങ്ങളുടെ ചോയ്സ് അല്ല. പക്ഷേ 10-70 കൊല്ലം ജീവിച്ചിട്ടും ദരിദ്രനായിട്ട് തന്നെയാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ജീവിതത്തോട് ന്യായമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല, വേണ്ടത് പ്രവർത്തിച്ചിട്ടില്ല, പണിയെടുത്തിട്ടില്ല, ബുദ്ധി ഉപയോഗിച്ചിട്ടില്ല, സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല, ബന്ധങ്ങളെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെ എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരായ വഴിക്ക് ഫിനാൻഷ്യലി നല്ലതാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. The time you faced an ethical dilemma at your profession. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടില്ല. സ്വന്തം തന്നെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതെ, അല്ലേ? സ്വന്തം അല്ലാതെ ഇപ്പം ഞാൻ ഏഷ്യാനെറ്റ് പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഒരു അഭിപ്രായം കേട്ടിട്ടില്ല, അവരെന്നെ അടുത്ത് ഒരു നിർദ്ദേശം തന്നിട്ടുമില്ല. എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. അതിൽ ഒരു ശതമാനം പോലും ഞാൻ എൻ്റേതല്ലാത്ത രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ നിമിഷം ഇവിടെ വന്നിരിക്കുന്നത് പോലും എനിക്കിഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ്. എന്നെ നിർബന്ധിച്ച് നിങ്ങൾക്ക് ഒരിടത്തും കൊണ്ടുപോകാൻ പറ്റില്ല. എന്നെ ഒരു ദിവസം ശരാശരി 10-12 പരിപാടികൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഒരു ശരാശരി കണക്കെടുത്താൽ 12 പ്രോഗ്രാം എനിക്കൊരു 12-13 പ്രോഗ്രാം ഒരു ദിവസം എനിക്ക് വരും. പലയിടത്തു നിന്നായിട്ടുള്ള കേരളത്തിൻ്റെ പല ഭാഗത്ത് ഗൾഫിൽ നിന്നൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത്, പ്രസംഗിക്കാൻ ചെല്ലുക, മോട്ടിവേറ്റ് ചെയ്യാൻ ചെല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ ഒരാഴ്ചയിൽ പരമാവധി ഒരു പരിപാടിയിലേ ഞാൻ പങ്കെടുക്കാറുള്ളൂ, പരമാവധി ഒരു പരിപാടിയിലേ ഞാൻ പോകാറുള്ളൂ. അപ്പോൾ ബാക്കിയൊക്കെ നോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ട്. എനിക്ക് വേണ്ടാത്തതിന് നോ പറയാൻ ഞാൻ ഇന്നേ വരെ എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ യേസ് എന്ന് പറഞ്ഞു പോയിരുന്നിട്ടില്ല. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പൊ സന്തോഷം ഒന്നും ചെയ്യാറില്ല. ഒന്നും ചെയ്യാറില്ല. പ്ലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിട്ടോ അല്ലെ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ചെയ്യുന്നതല്ല എന്റെ അർത്ഥം. നമ്മുടെ ഇവിടെ പലരും മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്നു, എനിക്ക് ആ അഭിനയം അറിയില്ല, വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ചിലത് ഞാൻ ചിലപ്പോ അങ്ങനെയുള്ളടത്ത് ഞാൻ മിണ്ടാതിരിക്കും.
പക്ഷെ അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയുമെങ്കിൽ ഞാനത് ശരിയാണെന്ന് ഒരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യില്ല. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് സൈലൻ്റ് ആയിരിക്കേണ്ടി വന്നേക്കാം, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അത് തീരെ ടോട്ടലി നെഗറ്റീവായിട്ടേ അത് പോകുള്ളൂ എന്ന് കണ്ടാൽ പിന്നെ അവിടെ ഒരു ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ഒരുത്തൻ്റെ അടുത്ത് അവൻ ശരിയല്ല എന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അവൻ്റെ തല്ല് മേടിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അവിടെ മൗനം വിദ്വാന് ഭൂഷണം, അവിടെ മിണ്ടാതിരിക്കുന്നത് തന്നെ ബുദ്ധി. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്ത ഒരാളോട് പറയാതിരിക്കുന്നതല്ലേ ബുദ്ധി. അങ്ങനെ ഒത്തിരി പേരോട് മിണ്ടായിരുന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് വൺ, അതൊന്ന് സന്തോഷം. The way you resolve a dispute between two colleagues. അതെങ്ങനെയായിരിക്കും? എനിക്ക് പക്ഷെ അതിനുള്ള ഒത്തിരി സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ളവർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു സംരംഭകനാണ്. മീൻസ് എൻ്റെ കൂടെ ഒത്തിരി സ്റ്റാഫൊക്കെ ഉള്ള, ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം കാലിൽ എൻ്റേതായ സംരംഭങ്ങൾ നടത്തിയൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ എപ്പോഴും. അങ്ങനെയാണെങ്കിൽ തന്നെ സന്തോഷേട്ടൻ്റെ സ്റ്റാഫ് രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായി, ബഹളായി, അപ്പൊ അതിനകത്ത് ഏതാണ് ന്യായമെന്ന് ഞാൻ മനസ്സിലാക്കും ആദ്യം. എന്നിട്ട് ന്യായമല്ലാത്ത കാര്യം പറഞ്ഞ ആളോട് പറഞ്ഞു കൊടുക്കും. എൻ്റെ ഭാഷയിൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റാറുണ്ട് പലപ്പോഴും. നീ പറഞ്ഞത് അന്യായമാണ്, അവൻ പറഞ്ഞതല്ലേ ശരി, അതിനെ നീ സപ്പോർട്ട് ചെയ്യണം, അത് നീ അംഗീകരിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇതിനകത്തൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിലെ പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന, സമൂഹം എപ്പോഴും ഒരു സൈഡ് മാത്രമേ കേൾക്കുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരാളെക്കുറിച്ച് സമൂഹത്തിന് നല്ലയാളാണെന്ന് തോന്നിയാൽ പിന്നെ എക്കാലവും അയാൾ നന്മയുടെ മൂർത്തിമത് ഭാവമായിട്ട് ആഘോഷിക്കപ്പെടും, അല്ലേ? അങ്ങനെ സമൂഹത്തിൽ കുറേ ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഏറ്റവും നന്മ നിറഞ്ഞ മനുഷ്യർ മാത്രമായിട്ടുള്ള. എന്നാൽ ചില ഒരു പ്രശ്നത്തിൻ്റെ മാത്രം പേരിൽ ജീവിതകാലം മുഴുവൻ സോഷ്യൽ മീഡിയയ്ക്ക് ശത്രുക്കളായിരിക്കും അവർ, അല്ലേ? അവരെ വില്ലന്മാരായിട്ടും അവരെ ഏറ്റവും സാമൂഹ്യദ്രോഹികളായിട്ടും നമ്മൾ ഈ ഏറ്റവും വില്ലന്മാരെന്ന് കരുതുന്ന ആളുകൾ, അവരിൽ നന്മയൊന്നുമില്ലേ? അവരൊരു നല്ല കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണോ? നമ്മൾ അറിഞ്ഞത് ഇത് മാത്രമായതുകൊണ്ടോ, നമ്മളിലേക്ക് ഇത് എത്തിയത് കൊണ്ടോ, പിന്നെ നമ്മളൊരു അഭിപ്രായം രൂപീകരിക്കുന്ന പോലും ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കേട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇരുന്ന് ചിന്തിച്ച് അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനം എടുക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? അതോ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ട ഉടനെ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെ ബാക്കിയുള്ളവർ എന്ത് കമൻറ്റ് എഴുതിയേക്കും നോക്കിയിട്ട് നമ്മൾ അഭിപ്രായം രൂപീകരിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? താഴെ ഏത് കമൻറ്റ് എഴുതിയെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയല്ലേ ചെയ്യുന്നത്? ഭൂരിപക്ഷം പേര് മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നമ്മളും ചീത്ത വിളിക്കുന്നയാളാവും. കൂടുതൽ പേര് കൈയടിക്കുകയാണെങ്കിൽ നമ്മളും കൈയടിക്കുന്നയാളാവും. വ്യക്തിത്വം ഇല്ലാത്ത സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. സ്വയം ചിന്തിക്കുന്നില്ല ഒരു കാര്യത്തിലും. അത് മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ ഇതാണ് സാഹചര്യം. ആരുമാവട്ടെ, നമ്മൾ ചില വ്യക്തികളെക്കുറിച്ച് മുൻവിധികൾ ഉണ്ട് നമുക്ക്. അവർ തിന്മയുടെ മാത്രം ആൾരൂപമാണെന്ന് വിശ്വസിക്കുന്നു. വേറെ ചിലരെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്, അവർ നന്മ നിറഞ്ഞ ഒരു മനുഷ്യർ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യരിലും നന്മയുടെ അംശങ്ങളും തിന്മയുടെ അംശങ്ങളും ഉണ്ട്. ഏറെയും കുറഞ്ഞിരിക്കും സാഹചര്യങ്ങൾക്കനുസരിച്ച്. ഇന്നലത്തെ ഒരു ദിവസം നന്മ മാത്രം ചെയ്ത ആൾ ഇന്ന് ചിലപ്പോൾ തിന്മ ചെയ്തിട്ടുണ്ടാവാം. ഇന്നത്തെ വിവരം മാത്രമേ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും കിട്ടിയത് വെച്ച് അവരെ ആ ഒരു കണ്ണിലൂടെ കണ്ട് ഏതോ ഒരാൾക്കുള്ള മുൻവിധി അനുസരിച്ച് അയാൾ ആദ്യത്തെ കമന്റ് ഇട്ടു, രണ്ടാമത്തെ കമന്റുകാരൻ അതിനെ തന്നെ സപ്പോർട്ട് ചെയ്തു, മൂന്നാമത്തവൻ അതിന് വേറൊരു വേർഷൻ ഉണ്ടാക്കി, നാലാമത്തവൻ അതിനകത്തൊരു ഇത്തിരി കോമഡിയും കൂടെ ചേർത്തു, അഞ്ചാമത്തവൻ അതിനകത്ത് വേറൊരു തമാശ ചേർത്തു. ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അതായത് സ്വന്തമായ അഭിപ്രായം പോലും ഇല്ലാത്ത ആളുകളായി ഒരു കമൻറ്റിൻ്റെ പുറകെ കമൻ്റ് ഇടുന്നവൻ മാത്രമായി മലയാളി മാറിക്കൊണ്ടിരിക്കുക. മലയാളിയല്ല, സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിത്വം ഇല്ലാത്ത സമൂഹങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ഞാൻ ഒക്കെ സന്തോഷേൻ്റെ ഓരോ ടോക്സ് കേൾക്കുമ്പോഴൊക്കെ എത്ര നന്നായിട്ട് സന്തോഷം ഓരോന്നും പറയുന്നത്. കാരണം പറയണതൊക്കെ ഫാക്റ്റാണ്. സന്തോഷം കറക്റ്റായിട്ട് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ അറിവിൽ നിന്നും ഞാൻ പലതും കണ്ടപ്പം ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മറ്റേ കൺട്രീസൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ള നമ്മുടെ കേരളത്തിനകത്ത് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്ന് പലപ്പോഴും പല കാര്യങ്ങളും സന്തോഷമായിട്ടും ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചിന്താഗതി, നമ്മുടെ കാഴ്ചപ്പാട്, അങ്ങനെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് എടുത്തു കഴിഞ്ഞാലും സന്തോഷം ഓരോന്നും ചോദിക്കണം. നമ്മൾ കേട്ടുകഴിയുമ്പം ശരിയാണല്ലോ പറയണത്, ഇത് പറയണതൊക്കെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അപ്പം എൻ്റെ പേഴ്സണൽ എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്നറിയോ, ഇത്രയ്ക്കും അറിവുള്ള ഒരാൾ, ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പ്രസന്റ് ചെയ്യണു, സംസാരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആ ഒരു അത്
പ്രാബല്യമാക്കാനുള്ള ഒരു പവറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ ഈ സൊസൈറ്റി, നമ്മുടെ സമൂഹം അദ്ദേഹം എത്രത്തോളം ബെറ്റർ ആക്കിയതിനെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ട്. അതായത് നമ്മുടെ ലീഡേഴ്സിൽ നമ്മൾ പലരും ഇപ്പം നമ്മൾ ഇതല്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പല ഫാക്റ്റും നമ്മുടെ ലീഡേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ ആ മിസ്സിങ് ഫാക്ടർ ഇപ്പം താങ്കളെ പോലത്തെ ഒരാൾ ആ പവറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം സന്തോഷേട്ടൻ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ആക്കാമായിരുന്നു. അങ്ങനെ സന്തോഷേട്ടന് തോന്നിയിട്ടുണ്ടോ? അത് വെറും തോന്നൽ തന്നെയാകാനാണ് സാധ്യത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ കാര്യങ്ങൾ മാറ്റാൻ ഈ പറയുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല തട്ടുകളായുള്ള ഉദ്യോഗസ്ഥ സംവിധാനവും ഭരണ സംവിധാനവും വകുപ്പുകളും ഒക്കെ ആയിട്ട് ഒരു 10-70 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ മുഴുവൻ കോംപ്ലക്സ് ആക്കി വെച്ചിരിക്കുക. മനസ്സിലായില്ലേ? നേരെ ചൊവ്വേ ഒരു കാര്യം പെട്ടെന്നൊന്നും നടക്കുകയില്ലാത്ത രീതിയിലേക്ക് മാറ്റി. ഇപ്പം ഇന്നായിരുന്നു കേരളം ഒരു സ്വതന്ത്ര സംസ്ഥാനം, അല്ലെങ്കിൽ കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെടുകയും അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുകയും നമുക്കൊരു പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ IT എനേബിൾഡ് ആക്കി, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി പ്രൊഫഷണലാക്കി ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയേനെ. ഇവിടെ സംഭവിച്ചത് എന്താണ്? 1947-ലോ 57-ലോ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തെ ഏച്ച് കെട്ടി ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തറിയോ? അവരുടെ ആഗ്രഹം അടുത്ത തവണയും തിരഞ്ഞെടുക്കപ്പെടണം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അടുത്ത തവണയും തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ആളുകളെ പ്ലീസ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തേ പറ്റുമല്ലേ MLA-മാർക്കും. സ്വന്തം നിയോജക മണ്ഡലത്തിലെ ആളുകളെ പ്ലീസ് ചെയ്യുക മാത്രമായി 140 പേരുടെയും മാറുമ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു സ്വപ്നം ഉണ്ടാവില്ല, കേരളത്തിനൊരു ഗോളില്ല. ഇതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ടൂറിസം വകുപ്പിൽ, ടൂറിസത്തിൽ കേരളത്തിലെ ഒരു 10-15 വലിയ പ്രോജക്റ്റുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള, അല്ലെങ്കിൽ ഒരു 25 വലിയ പ്രോജക്റ്റുകൾ, വലിയ പ്രോജക്റ്റ് എന്നാൽ 25 പ്രധാന ഡെസ്റ്റിനേഷനുകളും അതിനൊരു 20-30 കിലോമീറ്റർ ചുറ്റളവിലുള്ള അതിനെ അനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ടൂറിസം ആക്ടിവിറ്റികളും എല്ലാം കൂടെ ചേർന്ന സംവിധാനങ്ങൾ വരണമെന്നുള്ളതാണ് ഞാൻ പലപ്പോഴും പഠിച്ചിട്ടുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ അങ്ങനെയാണ് പല ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷനുകളിൽ ചെല്ലുമ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ അതിനുവേണ്ടി നമുക്കൊരു പണം മാറ്റി വെക്കുന്നതിന് പകരം ഇതുവരെ ചെയ്തതെല്ലാം ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ ചെറിയ കാര്യങ്ങൾക്കും വേണ്ടി സർക്കാർ പണം മുടക്കുകയും അതൊന്നും ടൂറിസത്തിൽ ഒരു തരത്തിലും പ്രയോജനപ്പെടാതെ പോവുകയും ചെയ്യുന്ന രീതിയിലാണ്. കാരണം എന്തുകൊണ്ടാണ്? ഓരോ MLA-ക്കും ആഗ്രഹം സ്വന്തം നിയോജകമണ്ഡലമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമെന്നും അവിടേക്ക് ടൂറിസ്റ്റുകൾ ഒഴുകുമെന്നും ഒക്കെയാണ്. കാരണം അവിടെ ഈ ലോകാത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ, അല്ലെങ്കിൽ അവിടെ അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷേ അവിടെ ചെറിയ കയ്യാലപ്പുറത്തുനിന്ന് വെള്ളം ചാടുന്നതൊക്കെ വെള്ളച്ചാട്ടമാണെന്നും അതൊക്കെ നയാഗ്ര ഫോൾസുമായിട്ട് നാളെ മത്സരിക്കാൻ പോകുകയാണെന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നത് തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി കാശ് മുടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള ടൂറിസം വികസനം പോലുള്ള കാര്യങ്ങൾക്ക് പൈസ മുടക്കില്ല. അപ്പം ഇങ്ങനെ കോംപ്ലക്സ് ആയി കിടക്കുക സിസ്റ്റം. ഇതും ഇപ്പം ഞാൻ വലിയ മികവാർന്ന ഒരു ഭരണാധികാരിയൊന്നും ആകുമെന്നും എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും മിടുക്കനായ ഒരാൾ വന്നാലും ആദ്യം കേരളം നന്നാവണമെങ്കിൽ ചെയ്യേണ്ടത് ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ പൊളിച്ചെഴുതണം. അനാവശ്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന അത് നടക്കുമോ? കാരണം എന്താ? പല വകുപ്പുകളിലും പല സ്ഥാപനങ്ങളും ഒരാവശ്യമില്ലാത്തതാണ്. മനസ്സിലായില്ലേ? അതായത് അന്ന് മന്ത്രിയായിരുന്ന ഒരാൾ, ചിലപ്പോൾ ഈ 30 കൊല്ലം മുമ്പ് മന്ത്രിയായിരുന്ന ഒരാൾ, ആ മന്ത്രിയായത് ഒരു ചെറുകിട പാർട്ടിയുടെ നേതാവായിരിക്കാം. ആ രാഷ്ട്രീയ പാർട്ടിക്ക് പ്രാബല്യമുള്ള പ്രദേശത്തെ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങി. അതിന് കേരള സമൂഹത്തിലോ ഭാവിയിലേക്കോ ഒരു പ്രയോജനമുള്ളതായിരിക്കില്ല. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിന്നുപോയ പല പദ്ധതികളുടെയും പേരിൽ ഇപ്പോഴും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അവർ വെറുതെ ഇരിക്കുക. ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഒരു പ്രയോജനമില്ലാതെ ജോലി ചെയ്യുന്ന പേരിൽ ജോലി ചെയ്യാതെ ഇരിക്കുന്ന സംവിധാനമുണ്ട് കേരളത്തിൽ. എത്രയോ വകുപ്പുകൾ, വകുപ്പുകളുടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരു കേരളത്തിന് വേണ്ടി ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത എത്രയോ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലതും പിരിച്ചുവിട്ടാൽ കേരളത്തിന് വലിയ ലാഭമാണ്. ആ ജീവനക്കാർക്ക് വെറുതെ കുറച്ച് ശമ്പളം വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞ് പെൻഷൻ കൊടുത്താൽ പോലും ആ ഓഫീസ് കെട്ടിടം മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ റിപ്പയേഴ്സിന്, അവിടുത്തെ ഇലക്ട്രിസിറ്റി ചാർജിന്, ആ കെട്ടിടം പുതുക്കി പണിയാനൊക്കെ വേണ്ടി ഓരോ വർഷവും കോടികൾ കൊടുക്കേണ്ടി വരിക സർക്കാർ. ഈ ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്നിട്ട് ശമ്പളം കൊടുത്താൽ അതിൽ കൂടുതൽ ലാഭമാണ്. അപ്പം ഇത് എനിക്കറിയുന്നത്, എനിക്കിപ്പോൾ അത്തരം കാര്യങ്ങൾ ചില ആക്സസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ പരിഷ്കാരം മുഴുവൻ നടത്താതെ കേരളം ഉടനെയൊന്നും രക്ഷപ്പെടില്ല. അപ്പോൾ അത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഈസി അല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇച്ഛാശക്തി കുറഞ്ഞ ഒരാളൊന്നുമല്ലല്ലോ. ജനം പ്രതീക്ഷിക്കുന്ന സ്പീഡിൽ കാര്യങ്ങളും മാറുന്നില്ലെന്ന് മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നതിന്റെ കാര്യം ഇതൊക്കെ ചേർന്നതാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ പറഞ്ഞതെന്ന് വെച്ചിട്ട് തന്നെ
അത് ഒരാള് പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഞാൻ എന്റെ സമ്മറി പറയാം. സന്തോഷ് ജോർജ് കുളങ്ങര അങ്ങോട്ട് കയറിയിരുന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ സന്തോഷേട്ടൻ, നമ്മൾ ഒരാളെങ്കിലും അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ ആ ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ജനം കൂടെ തോന്നണം. ഇപ്പോൾ ഈ മാറ്റത്തിന് തയ്യാറാവുകയും ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുക്കുകയും ചെയ്താൽ ജനം കൂടെ നിൽക്കുന്നു തോന്നുന്നുണ്ടോ? കേരളത്തിന് അടുത്ത 15 വർഷം കഴിഞ്ഞ് ശരിക്കും ആവശ്യമുള്ളൊരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക് കുറച്ച് പേർക്കെങ്കിലും അസൗകര്യം ഉണ്ടായാൽ അവരെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷവും ജനസമൂഹം മുഴുവനും മാധ്യമങ്ങളും മുഴുവൻ രംഗത്തിറങ്ങുകയും ആ പ്രോജക്റ്റ് തന്നെ പിന്നെ ഷെൽഫ് ചെയ്ത് വെക്കുകയും ചെയ്യുക അല്ലേ സംഭവിക്കാൻ പോകുന്നത്? പക്ഷെ അത് നമ്മുടെ ജനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ അറിവ് നമ്മൾ ക്രൗഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി അല്ല, അത് ഞാൻ പറഞ്ഞത് അത് തീർച്ചയായിട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അത്ര ഈസിയാണെന്ന്. കേരള സമൂഹം എല്ലാം അറിയുന്ന ആളുകളാണെന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായില്ലേ? ലോകത്തെ ഏത് ടെക്നോളജിയെക്കുറിച്ചും എനിക്കറിയാം, താനൊന്നും പറയണ്ട എന്ന് വിചാരിക്കുന്ന ഒരു ജനസമൂഹമാണ് നമ്മുടേത്, അല്ലേ? അതെ, അതെ. നമുക്ക് അവരോടൊരു കാര്യം പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുമോ? സത്യമാണ്. ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ വികസനം ഉണ്ടായ നാടുകൾ നോക്കൂ, അല്ലെങ്കിൽ പെട്ടെന്ന് മാറിയ നാടുകളൊക്കെ നോക്കൂ, അവിടെ ഭരണാധികാരികൾ ശക്തരും ജനം അതിനെ ഒബേ ചെയ്യുകയോ ഫോളോ ചെയ്യുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ നമ്മൾ ദുബായിയുടെ മാതൃക, ഖത്തറിന്റെ മാതൃകയൊക്കെ കൊട്ടിഘോഷിക്കും. ദുബായിൽ അവിടെ ജനത്തിന് ശബ്ദമുണ്ടോ? അവിടുത്തെ ഭരണാധികാരി അങ്ങ് തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം നടക്കുന്നു, കണ്ടു നിൽക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ചില നാടുകളുടെ ഉദാഹരണം വെച്ചിട്ട് ഇവിടെ കൈയടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ഇവിടെ ആകാൻ പറ്റുമോ? അതുതന്നെയാണ് ഞാൻ ചോദിക്കണേ. അപ്പം താങ്കളെ പോലത്തെ ചിന്താഗതിയുള്ള ഒരാൾ നമ്മുടെ പവറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പവർ ഉണ്ട്. അപ്പം നിങ്ങൾ അതങ്ങ് ചെയ്യുമ്പോൾ നമ്മളെ പോലത്തെ ജനങ്ങൾ അത് ഒബേ ചെയ്യില്ലേ? ചെയ്യില്ല. ഓ ഇല്ല, പിറ്റേ ദിവസം എന്നെ പറപ്പിക്കോളൂ, ഒരു സംശയം വേണ്ട. എനിക്ക് കേരള സമൂഹത്തിന്റെ ജനത്തിന്റെ പൾസ് ഏകദേശം അറിയുന്ന ഒരാളാണ് ഞാൻ. ആണല്ലേ? എനിക്ക് കേരള സമൂഹത്തിന്റെ പൾസ് ഏകദേശം അറിയാം. ഞാൻ വിചാരിച്ചു നേരെ തിരിച്ച് അങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാരണം ഞാനൊക്കെ അതിനു വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയോ ഒരു അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദുബായ് ഭരണാധികാരിയെ പോലെ ഞാൻ ബിഹേവ് ചെയ്താൽ സമ്മതിച്ചു തരുമെന്നുണ്ടെങ്കിൽ ഞാൻ കയറാം. അത് നടക്കില്ലല്ലോ.